ഹലോ ഗായ്സ്, ഹിസ്റ്ററി ലൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പിന്നെയും KFC-യുടെ കടയായിട്ട് പിന്നെയും വന്നിട്ടുണ്ട് ഗൈസ്. എന്റെ മുമ്പ് ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ പാർട്ട് 2 ആണ് ഗൈസ് ഇത്. നമുക്ക് ഓഫ്ലൈൻ നിന്നിട്ട് പൈസ കിട്ടുമായിരുന്നു, അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ കുറെ കയറിയിട്ടില്ലായിരുന്നു അതിന് ആ വീഡിയോക്ക് ശേഷം. ഇപ്പൊ ഞാൻ ഇന്ന് കയറി നോക്കാൻ നേരത്ത് നമ്മുടെ കയ്യില് നല്ല പൈസ ആയിട്ടുണ്ട്. അപ്പം മണ്ടലത്തെ പരിപാടി അങ്ങ് ചെയ്യാം. അതിന് ഒരു കിച്ചൺ ഇവിടെ വാങ്ങിച്ചേക്കാം. കയോസ് ടേബിള്, ഫ്രീ റീഫിൽ മെഷീൻ. ഓക്കെ, ഇതൊന്ന് വാങ്ങിച്ച് വെച്ചേക്കാം. നല്ല പൈസ കിട്ടുമെന്നൊക്കെ തോന്നുന്നുണ്ട് ഇതിനൊക്കെ. നല്ല പൈസ, അതേപോലെ നല്ല പൈസ പൊട്ടുന്നുമുണ്ട്. ടേബിള് അകത്തുള്ള കാര്യം ചെയ്യും. എന്താ സ്റ്റേഷൻ, ഓക്കെ, അത് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കുക്കിനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അപ്പോഴത്തേക്ക് നമ്മുടെ പൈസ തരും ഗൈസ്. ബാക്കി നമുക്ക് കിട്ടണമനുസരിച്ച് പിന്നെ ചെയ്യാനുള്ളൂ. അവിടുത്തെ കടയൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം ഗൈസ്. ഇവരൊക്കെ ഇപ്പൊ കട തുടങ്ങിയത് ഉണ്ടെന്ന് തോന്നുന്നു. ഇവൻ ഇത്തിരി കളിക്കുന്നുണ്ട്, ഇവൻ കുറച്ചും കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്. എന്റെ കടയിലൊന്ന് കയറി നോക്കിയിട്ട് വരാം. ഗൈസ്, നമുക്ക് നമ്മളെ കടയിലോട്ട് ഇപ്പോ ഇതാണോ അതെ, ഇതാണ് നമ്മളെ ഇരിക്കാതെ എണീടെ. ഞാൻ കഴിച്ചു നീ കളി കാണുന്നത് എപ്പോഴും ചുമ്മാ അടുത്തെടുക്കാൻ നേരത്ത് അവിടെ കയറി ഇരിക്കും. പണിയെടുക്കാൻ വയ്യ. അടുത്ത കുക്ക് സ്റ്റേഷൻ വാങ്ങിയ കേസ് പെട്ടെന്ന് ഇപ്പൊ നല്ല പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ ആരെയും കുഴപ്പമില്ല. ഞാൻ തന്നെ ഇവിടെ വെക്കുന്നു. പിന്നെ ഇത് വെക്കേണ്ടി വരും ഇവിടെ. 31,000 ആക്കിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ക്യാഷിയറിനുള്ള റേസറിനുള്ളതായിട്ടുണ്ട്. ക്യാഷിയറാണ് നമുക്ക് വേണ്ടത്. റേസർ വാങ്ങിച്ചത്, റേസർ ഈ പാട്ട സാധനമാണ് ഞാൻ വാങ്ങിച്ചു വെച്ചത്. ഇപ്പൊ വാങ്ങിക്കേണ്ടത് ഇത് കുബറ്റ അതിൻ്റെ ഉണ്ടാക്കി എനിക്ക് തോന്നുന്നു. വേറെന്തോ 34 ക്യാഷിയറിന് വെച്ചിട്ട് നമുക്ക് ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് വേറെ കുക്കിന് വാങ്ങിയ 80,000 ആവും. നമുക്ക് 80,000 ഉള്ളില് കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. 16,000 രൂപയായ ഇതിനെ മോനെ കിടന്ന കാര്യമാണ്. ഇതിനെ മോനെ കഴിയണം ഈ ശിർഷം വന്നിട്ട് കിടന്ന് കരഞ്ഞിട്ട് പോയി. നമുക്കിപ്പം 19,000 രൂപ ഒരു ടേബിള് വാങ്ങിച്ചിട്ടുണ്ട്. വാൾസ് വാങ്ങിക്കണം. നമ്മൾ കട നന്നായിട്ട് വലുതായിട്ട് കൊണ്ടുപോകണം. ചിക്കൻ അത് കൊടുത്ത് ഇങ്ങോട്ട് ക്യാഷ് ഓൺ വയ്ക്കണമെങ്കിൽ 42,000. നമുക്ക് ആദ്യം ഒരു കുക്കിന് വയ്ക്കണം കഴിച്ച്, കുക്കിന് വയ്ക്കേണ്ടി വരും. അതേപോലെ നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. എത്രയും പെട്ടെന്ന് ഒരു കുക്കിനെ വയ്ക്കണം. അടുത്ത ക്യാഷ് വേണ്ട വേണ്ട വേണ്ട, അടുത്ത ക്യാഷ് ആണ് വാങ്ങിക്കണത്. ബക്കറ്റ് ചിക്കൻ എന്നാണ് പറഞ്ഞത്. ബക്കറ്റ് ചിക്കൻ ആണ് 49K ആയി. നമുക്ക് പെട്ടെന്ന് പൈസ തരുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ അധികം കുഴപ്പമില്ല. എന്താ വേണ്ടത് അവന്? എന്താ വേണ്ടത്? മീൻസ്
ഈ കുപ്പത്തെ സാക്ക എന്തോ സാധനം? അതിനെന്താ ഇല്ലാത്ത സാധനമൊക്കെ? ഇല്ലാത്ത സാധനം എന്ന് ചോദിച്ചാൽ നമ്മളെ തരും ബ്രോ. ഇറങ്ങിപ്പോടാ. 80,000 ആവാറായി guys. നമുക്ക് ഇപ്പൊ തന്നെ ഒരു കുക്കിന് അവിടെ വെക്കാനുള്ള പൈസയോ? ഓക്കെ, നമുക്ക് കുക്കിന് വെക്കാനുള്ള പൈസ നമുക്ക് ഇവിടെ വെക്കേണ്ട ആവശ്യം. നമുക്കിനി ഏഷ്യ വാങ്ങിക്കണം, രജിസ്റ്ററിന് അവിടെ വെക്കാണ്ട്, പിന്നെ കുറച്ച് ടേബിൾ വാങ്ങിക്കാണ്ട്, ടയേഴ്സ് അതെന്താ സാധനം വാങ്ങിക്കാണ്ട്, നമുക്കൊരു മോഡൽ ഇപ്പൊ പെട്ടെന്ന് 16,000 ആയി. പിന്നെ ഒരു കാര്യം, എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കിടക്കുന്ന ആൾക്കാരെ ഇവിടെ ആൾക്കാരെ കഴിക്കാൻ വേണ്ടി വരണത്. പെട്ടെന്ന് എല്ലാം കച്ചവടമൊക്കെ നടക്കും. ഇതിന്റെ അനിയനാണ് ഗൈസ്. ഇവന്റെ കൂടെ ഞാൻ ഒരു വീഡിയോ കിട്ടി. സപ്പോർട്ട് ചെയ്യും. എല്ലാവരോട്ട് കൊണ്ടുപോകാൻ അതൊന്നും വെക്കാൻ പറ്റണമായിരിക്കും. ടേബിൾ വെച്ചിട്ടുണ്ട്, ഒരു വാള്, ടേബിള്, ഫ്ലാഷ് ലൈൻ ഇവിടെ വെക്കാനുണ്ട്, പിന്നെ വിൻഡോ, ബയോസ്ക് അതൊക്കെയാണ് വെക്കാൻ. ബയോസ്ക് എന്താണെന്നോ? ബയോസ്ക് ഒന്ന് വാങ്ങിക്കണം. എനിക്കൊന്ന് മറ്റേ അഡ്വർടൈസ്മെന്റ് കൊടുക്കണ സാധനമാണെന്ന് തോന്നുന്നു. ഈ സാധനം 68,000 രൂപ അടുത്ത ബുക്കിന്റെ എടുക്കത്ത പൈസ ഇല്ലാതെ ബയോസ്ക് വാങ്ങിക്കുള്ള പൈസ പറയും. ഷർട്ട് വാങ്ങിയാണോ ഇല്ലാതെ സാധനം വന്ന് ചോദിച്ചോണ്ടി. ഓ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് സംഭവം. അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. അടുത്ത വിൻഡോ വെച്ചിട്ട് അടുത്ത നിലയിലോട്ട് പൊക്കാൻ പറ്റുമെങ്കിൽ അടുത്ത നിലയിലോട്ട് പൊക്കാണ് ഗൈസ്. അതിനുള്ള വഴി അടുത്ത് നോക്കണം. നമുക്ക് അടുത്ത വിൻഡോ വെക്കാനുള്ള പൈസ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ സെറ്റാക്കാം. വിൻഡോ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇനി ഇവിടെ ഉണ്ടായിരുന്ന സാധനം പിന്നെ എന്തിനു കൊടുക്കാത്ത? ഇവിടത്തെ റീസണാണല്ലോ അടുത്ത വിൻഡോ നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്ത വിൻഡോ 40,000 രൂപ. ഇവിടെ എന്തോ ടാഷ്കാന് 5,000 രൂപയ്ക്ക് വെച്ചാണ് കയറണം. 5,000 വെച്ച് 1,000 അങ്ങനെ വെച്ച്. അടുത്ത് നമുക്ക് ഇനി കുക്കിംഗ് സ്റ്റേഷൻ വരും. ബബിൾ ടീന്റെ കുക്കിംഗ് സ്റ്റേഷൻ വെക്കണം. ഇതേപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ. ഇതേ തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞു. അടുത്ത വീഡിയോ നമ്മളത് ശരിയാക്കുന്നതായിരിക്കും. ഇത് സാധനം താഴത്തൊന്ന് പോയിട്ട് വരാം. താഴത്തെ കച്ചവടം എങ്ങനെയാണ് നടക്കുന്നതെന്നായിരിക്കും. ഇവിടുത്തെ കച്ചവടം നല്ലപോലെ നടക്കുന്നുണ്ടോ? ഓ, ഇവിടെ ലൈറ്റിംഗ് ഉണ്ടല്ലോ അല്ലേ? ഇവിടെ പറഞ്ഞ വെക്കാനുള്ള ഞാൻ നോക്കിയില്ല. ഇവിടെ താഴത്തെ തന്നെ സെറ്റായെന്ന് തോന്നുന്നു. താഴെ എന്തെങ്കിലും വെക്കാണ്ട ഇല്ലെന്നാണ് തോന്നുന്നത്. ഇപ്പൊ താഴെ ഒന്നും വെക്കാറില്ല. മണ്ടയ്ക്ക് മാത്രം. നമുക്ക് അടുത്ത ബബിൾ ടീന്റെ കുക്കിംഗ് സ്റ്റേഷൻ വെക്കാനുള്ളതായിട്ടുണ്ട്. അവർ പൈസ ആവാറായിട്ടുണ്ട്. ഇനി അടുത്ത അത് വെക്കാം. ഓക്കെ, പൈസ ആയി. സ്റ്റേഷൻ വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. 1,00,000 രൂപയെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാനാണ് ഇതൊക്കെ? ബബിൾ ടീക്ക് നല്ല പൈസ ആണെന്നോ? അത് വിറ്റ് 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 നല്ല പൈസ ഒപ്പിക്കാം. ഇങ്ങനായിരിക്കണം. ആരെങ്കിലും ബബിൾ ടീ ചോദിക്കുക എത്ര വേണം ചോദിക്കണം.
അടുത്ത വിൻഡോസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അത് വെക്കാം. ഏറ്റവും ലാസ്റ്റ് ആ കുക്കിനെ അവിടെ വെക്കുക. അപ്പൊ അതായിരിക്കും നല്ലത്. ഉള്ള സാധാ പണികളെല്ലാം ചെയ്തിട്ട് കുക്കിനെ വെക്കാം. ചെറുക്കൻ്റെ കാര്യം അപ്പരപ്പര അവിടെ കയറിയിരിക്കും. നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ബബിൾ ടീ ആരും ചോദിച്ചില്ലേ? ചില വെറുതെ 40,000 രൂപയ്ക്ക് അടുത്ത വിൻഡോ വയ്ക്കാം. അടുത്ത വിൻഡോ വെച്ചിട്ടുണ്ട്. അതിന് ബബിൾ ടീ ഒക്കെ ചോദിക്കടാ. ഇതൊന്ന് മാറ്റിയിരുന്നെങ്കിൽ ഇരിക്കണത് അടുത്തൂടെ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. കുറെ പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ബാക്ക് അടിച്ചിട്ട് പോകുന്നു. അപ്പൊ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ബബിൾ ടീ ആരോ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബബിൾ ടീ ഓർഡർ ചെയ്തു. പിന്നെ ബബിൾ ടീന് എത്ര പേര് നോക്കാം. നമുക്ക് വെക്കാൻ പറ്റില്ല. ബബിൾ ടീ നമുക്ക് എത്ര കിട്ടണം? ബബിൾ ടീ നല്ല പൈസ കിട്ടുന്നതാണെന്ന് തോന്നുന്നു. അടുത്ത ക്യാഷ്യറിനെ അവിടെ വെക്കാം. അടുത്ത ക്യാഷ്യറിനെ അവിടെ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പൈസ 50,000 50 രൂപ കഴിഞ്ഞു. അടുത്ത ക്യാഷ്യറിനെ വെക്കണമെങ്കിൽ 61,000 രൂപ. 61 കെ വേണം. ഇട്ടേക്കാം. എവിടെയാവും വെടി എന്തെങ്കിലും ഉണ്ടാവും നോക്കിട്ട്. ഇവിടെ ഇനി ഇതൊന്നും ചെയ്യാനില്ലെന്നാണ് തോന്നുന്നു. ബബിൾ ടീ ആണ് ഓർഡർ ചെയ്ത്. ബബിൾ ടീ ബുക്ക് ചെയ്ത് കൊടുക്കാം. സാധനം കൊടുത്തില്ലല്ലോ. ഉണ്ടാക്കിയാണല്ലോ, പിന്നെ എങ്ങനെ അവിടെ പോയി? പിന്നെ മച്ചാൻ ബബിൾ ടീ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഉണ്ടാക്കിയത് ബബിൾ ടീ. പിന്നെ ഞാൻ പറഞ്ഞില്ല ബബിൾ ടീക്ക് നല്ല പൈസ കിട്ടും. ബബിൾ ടീ വെച്ച ലാഭമെന്നാണ്, പക്ഷെ കുറച്ച് പേരെ വാങ്ങിക്കുന്നുണ്ട് ഇടയ്ക്ക്. നമുക്ക് 50,000 രൂപയ്ക്ക് വിൽക്കുക ചെയ്യാം. എന്തെങ്കിലും ഇവിടെ വെക്കാനുണ്ടോ? വെളിയിലൊന്നും വെക്കാനില്ലെന്നും പൈസ ഉണ്ട്. അപ്പം ഇവിടെ ഉള്ളതെല്ലാം തീർന്നിട്ടുണ്ട്. ഇപ്പം അല്ല വിദ്യയും കൂടെ വെക്കാനുണ്ട്. വിദ്യയും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്യാഷ് ബുക്കിനെ വാങ്ങിക്കാം. അതും കൂടെ കഴിഞ്ഞ് അടുത്ത നിലയിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. വേറെ ആൾക്കാർ ആ സ്ഥലത്തോടെ പോയിട്ട് വരാം. അവന്മാര് 3 നില വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും 3 നില ഇങ്ങോട്ട് വേറെ ഉള്ളതിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാരും ബാക്ക് അടിച്ചെന്ന് തോന്നുന്നു. അവന്മാരൊക്കെ കുറെ പേരൊക്കെ ബാക്ക് അടിച്ച് കഴിച്ചു. ഞാനും വേറെ ഒരുത്തിനും മാത്രമേ കളിക്കുന്നുള്ളൂ. ഞാൻ വേറെ ഒരുത്തിന് മാത്രമേ കളിക്കും. ഈ സ്ഥലത്ത് ഞാൻ വേറെ ഒരുത്തിന് മാത്രം. ഇവിടെ ബബിൾ ടീ വന്നു. അങ്ങനെ ബബിൾ ടീ ഉണ്ടായത്. ഇപ്പൊ തരാം. ഇപ്പൊ തരാം. 2 ബബിൾ ടീം കൂടെ കൊടുക്കുന്നുണ്ട്. 1,00,000 രൂപ ആവാറായി. 1,40,000 രൂപ നന്നായിട്ടുണ്ട്. 1,50,000 രൂപ ഇപ്പം കുക്കിനെ വാങ്ങിക്കാം.
ഗൈസ് നമുക്ക് കുക്കിനുള്ള പൈസ നമ്മൾ കുക്കിനെ വെച്ച് നമുക്ക് ഇതിന്റെ ബബിൾ ടീ കൊടുക്കാൻ ആവശ്യമില്ല. അവന്മാർ തന്നെ കൊടുത്തോണ്ട് ഇവിടെ ഒരു വിൻഡോ ഒക്കെ ഉണ്ട്. ഇവിടെ വേറെ ഒന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പോ രണ്ടാമത്തെ നില വെക്കാൻ പറ്റാറുണ്ട് എടുത്തിട്ട് അറിയത്തില്ല. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വിൻഡോ വയ്ക്കാനുള്ള പൈസയായി ഫിറ്റാക്കി. ഇനി അടുത്ത വിൻഡോ 56,000 രൂപയ്ക്ക് അതും കൂടെ കൊടുക്കണം. പിന്നെ വേറെ ഓപ്ഷൻ ഇനി പിന്നെ വിൻഡോ വെക്കാൻ വേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇമാർക്ക് ഭയങ്കര സ്ലോ ആണെന്ന് തോന്നുന്നു. 56,000 അടുത്ത വിൻഡോ ഒക്കെ ഉള്ളതായിട്ടുണ്ട്. 1,00,000 രൂപ അടുപ്പിച്ച നല്ല പൈസ കയറുന്നുണ്ട്. നമുക്ക് വേറെ ഒന്നും ചെയ്യല്ലോ അവിടെ ഇല്ലേ? വേറെ ഇവിടെ ഉണ്ട് റൂഫ് വയ്ക്കും. ഓക്കെ, അടുത്ത റൂഫ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ലൈറ്റിങ് 12,500 അതും എടുത്തു. ലൈറ്റിങ് വെച്ച് അകത്ത് ലൈറ്റിങ് ഉണ്ട്. ഓക്കെ, അതും വയ്ക്കാം. ഓക്കെ, അകത്ത് ലൈറ്റിങ് വെച്ചിട്ടുണ്ട്. ഇനി വേറെ എവിടെ എങ്ങനെയും ഇനി വേറെ ഒന്നുമില്ല പൈസ. വെളിയിൽ എന്തുകൊണ്ട് വെളിയിൽ ഇവിടുത്തെ ലൈറ്റിങ് ലൈറ്റിങ് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വേറെ ഒന്നും കാണിക്കുന്നില്ല. അടുത്ത ലൈറ്റിങ് 28,000 രൂപ. 28,000 രൂപയ്ക്ക് ലൈറ്റിങ് നോക്കാം. ഇത് ലൈറ്റിങ് കയറി കഴിഞ്ഞിട്ട് മാറിയപ്പോ വേറെ സ്ഥലത്ത് കയറിയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ലൈറ്റിങ് വെച്ചുള്ള ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് ഇത് ഇത്ര നിലയിൽ തന്നെ വെക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇത്ര തന്നെ വെക്കാൻ പറ്റും. ഇതാണ് ഇവിടെ മാക്സിമം ഗൈസ്. നമുക്ക് ഇനി ഇവിടെ വെക്കാനൊന്നും കാണിക്കുന്നില്ല. അയ്യോ, ഇടയിൽ കൂടെ താഴത്ത് അതെന്ത് സംഭവം? മണ്ടയ്ക്ക് കാണുമ്പോ താരം വന്നിരിക്കുന്നു. അങ്ങനെ നമ്മളെ KFC ഷോപ്പ് നമുക്ക് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാനാണ് തോന്നുന്നത്. കാരണം വേറെ ഒന്നും കാണിക്കുന്നില്ല ഇവിടെ. എപ്പോഴും ഇവിടെ കയറി ഇരിക്കുന്നത് കലി വരും. അപ്പൊ ഇനി വേറെ ഒന്നുമില്ല ഇവിടെ. അപ്പോ ഈ KFC വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അല്ല, ഇവിടെ വേറെ എന്താണല്ലോ ലാർജ് സിം അതും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും വായ്പ പറഞ്ഞിട്ടില്ല. ഇത് വെക്കപ്പോ ഇറങ്ങുന്നത് ഇല്ല, വേറെ ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ അതും കഴിഞ്ഞ ലാസ്റ്റ് അങ്ങനെ നമ്മളെ KFC കട ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഞാൻ KFC വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.